Good morning, my dear students. Welcome to next class of Management Theory and Practices. Okay. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ടുഡേ ദാറ്റ് വി ആർ സ്റ്റാർട്ടിങ് അവർ മൊഡ്യൂൾ 2 ഓഫ് യുവർ സിലബസിലെ രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് അതായതിനപ്പോൾ നമുക്ക് മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്തൊക്കെയാണ് വാട്ട് ആർ ദ ടോപ്പിക്സ് ദാറ്റ് വി ഹാവ് ടു കവർ ഇൻ ദിസ് മൊഡ്യൂൾ 2 എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. തന്നെ അതിൻ്റെ പേരെന്താണ്, എത്ര അവേഴ്സാണ് അലോട്ടഡ് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയണം. അത് നമ്മൾ ആദ്യം എടുത്തത് ഒരു ചെറിയ മൊഡ്യൂളായിരുന്നു, 15 അവേഴ്സിൻ്റെ ചെറുതല്ല, ഒരു ആവറേജ് മൊഡ്യൂളായിരുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ 2 അതിൻ്റെ പേരാണ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്നാണ്. ദാറ്റ് ഈസ് ദ നെയിം ഓഫ് സെക്കൻഡ് മൊഡ്യൂൾ. ആൻഡ് എന്തൊക്കെയാണ് അതിൽ നമ്മൾ കവർ ചെയ്ത് പോകേണ്ടത് എന്നുള്ളതാണ് പറയണത്. അതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അതിനകത്ത് വരുന്ന സബ് ടോപ്പിക്സുകൾ ബേസിക് റോൾസ് ആൻഡ് സ്കിൽസ് ഓഫ് എ മാനേജർ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ഇതിൽ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഓവർവ്യൂ ഓഫ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ എന്തായാലും നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓവർവ്യൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കണം അതിൽ തന്നെ ഏതൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ളത് അല്ലേ. പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോൾ. ഇത്രയാണ് അതിൻ്റെ ഒരു ഓവർവ്യൂയിലേക്ക് പോയതിന് ശേഷം നമുക്ക് പിന്നെ ഓരോന്നിൻ്റെയും ഡീറ്റെയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പിന്നെ അതിൽ പറയുന്നത് നേച്ചർ ആൻഡ് എലമെൻറ്റ്സ് ഓഫ് പ്ലാനിങ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. നേച്ചർ ആൻഡ് എലമെൻറ്റ്സ് ഓഫ് പ്ലാനിങ് ടൈപ്സ്, MBO ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. MBO എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ്റെ ഡിസ്കഷൻ ഇത്രയും നമുക്ക് മൊഡ്യൂൾ 2 ചെയ്യണം. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഫംഗ്ഷനായിട്ടുള്ള ഓർഗനൈസിങ്ങിൽ നമ്മൾ പഠിക്കേണ്ടത് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് വർക്ക് സ്പെഷ്യലൈസേഷൻ, പിന്നെ ഡെലിഗേഷൻ, ഡീസെൻട്രലൈസേഷൻ, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് ഇൻ അവർ, അല്ലെങ്കിൽ ദാറ്റ് വി ഹാവ് ടു നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ മൊഡ്യൂൾ 2 നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്ന ടോപ്പിക്സ്. അതായത് ഒന്ന് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ രണ്ടെണ്ണം അതായത് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ കൂടി ഡിസ്കസ് ചെയ്ത് പോകണം. പിന്നെ ഈ 3 ഫംഗ്ഷൻസ് കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും മൊഡ്യൂൾ 3 ആ 3 ഫംഗ്ഷൻസ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കുറിച്ച് അറിയേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമുക്കിതിന് യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 20 അവേഴ്സാണ്. അപ്പോൾ ഏകദേശം ഒരു വലിയ മൊഡ്യൂൾ തന്നെയാണ്. നമുക്കൊന്നും സ്കിപ്പ് ചെയ്ത് പഠിക്കാനൊന്നും ഉണ്ടാവില്ല ടെക്സ്റ്റിൽ തന്നത്. കാരണം 20 അവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏകദേശം നമുക്ക് 20 അവേഴ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 20 അവേഴ്സിലൊന്നും അല്ല ചിലപ്പോൾ അത് തീരുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നമ്മൾ ട്രഡീഷണൽ വേ ഓഫ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും 20 അവേഴ്സിലൊന്നും അത് തീരില്ല, അങ്ങനെയുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൊഡ്യൂളിലേക്ക് കയറാം അല്ലേ. അപ്പോൾ നമ്മുടെ ആസ് പെർ സിലബസ് അനുസരിച്ച് തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുള്ളത്. അത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് അവർ മൊഡ്യൂൾ 2 മാനേജ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ ആസ് പെർ സിലബസ് അനുസരിച്ച് നമുക്കതിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യം ഫസ്റ്റ് ടോപ്പിക് ഏതായിരുന്നു, ബേസിക് റോൾസ് ആൻഡ് സ്കിൽസ് ഓഫ് എ മാനേജ്മെൻറ്റ് ഓഫ് എ മാനേജർ. അത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ബേസിക് റോൾസ് ആൻഡ് സ്കിൽസ് ഓഫ് എ മാനേജർ. അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുക, നടത്തിക്കൊണ്ട് പോകുക. അത് കൃത്യമായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതാര് ചെയ്യുമെന്നാണ് പറയണത്, ദാറ്റ് ഈസ് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലേ. ദാറ്റ് ഈസ് ആ വ്യക്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്, മാനേജർ എന്ന് നമ്മൾ വിളിക്കാറെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദാറ്റ് ഈസ് ഒരു മാനേജ്മെൻറ്റ്, ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കീ റോൾ ആരുടെ കയ്യിലാണ്, ദാറ്റ് ലൈസ് വിത്ത് ദ മാനേജർ. അതാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ റോൾ, ഒരു മാനേജ് ചെയ്യുന്നത് പോകുന്നതിൽ ഏറ്റവും വലിയ റോൾ എന്ന് പറഞ്ഞാൽ ആർക്കാണ്, ദാറ്റ് ഈസ് എസ്യൂംഡ് ബൈ ദി മാനേജർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാനേജർക്ക് ഇത്രയും വലിയൊരു കീ റോളാണ്, ഇത്രയും വലിയൊരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നോട്ട് ആൻ ഈസി ടാസ്ക്, ഒരിക്കലും ഒരു ഈസി ടാസ്ക് അല്ല അത്. അതുകൊണ്ട് തന്നെ ഹി ഹാസ് ടു പെർഫോം മെനി റോൾസ്, ഒരുപാട് റോൾസുകൾ, അതായത് ഒരുപാട് ഡ്യൂട്ടീസ്, ഒരുപാട് ഫങ്ഷൻസ്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഈ റോൾസൊക്കെ പ്ലേ ചെയ്യണമെങ്കിൽ, ഈ റോൾസൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഹി റിക്വയർ എന്ത് ചെയ്യണം, സം സ്കിൽസ് അല്ലേ. ചില കഴിവുകൾ ഉണ്ടാവണം. എല്ലാവർക്കും മാനേജർ ആവാൻ സാധിക്കുമോ, ഇല്ല. അപ്പോൾ നിങ്ങളൊക്കെ BBA പഠിക്കുന്നു, ദാറ്റ് ഈസ് എസ്പെഷ്യലി ദാറ്റ് ഈസ് നിങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ MBA തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ മാനേജ്മെൻ്റ് ആണ്, ദാറ്റ് ഈസ് മാനേജർ ആവാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിതിൽ എന്ത് ചെയ്യും, പഠിച്ചു വയ്ക്കുന്നുള്ളതാണ്. ദാറ്റ് ഈസ് മാനേജർ എന്നല്ല, ഹൗ ടു മാനേജ് എ ബിസിനസ്, അതല്ലേ നമ്മളിതിനകത്ത് കൂടുതൽ കാണാം.
ഒരു ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു മാനേജർ ഹാസ് ടു പ്ലേ ഇൻ സോ മെനി റോൾസ് ആൻഡ് ഹി റിക്വയർസ് എന്താണ് സം മോർ സ്കിൽസ് ആവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളതിനെ രണ്ട് ഹെഡിങ് ആയിട്ട് തന്നെ പഠിക്കുകയാണ്. വാട്ട് ആർ ദ റോൾസ് പ്ലേഡ് ബൈ എ മാനേജർ ആൻഡ് വാട്ട് ആർ ദ സ്കിൽസ് ദാറ്റ് എ മാനേജർ റിക്വയർസ്. രണ്ട് ഹെഡിങ് ആയിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആണ് റോൾസ് പെർഫോംഡ് ബൈ എ മാനേജർ. എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ഹെൻറി മിറ്റ്സ്ബർഗ് എന്നൊരു വ്യക്തി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് 10 ഡിഫറെൻറ്റ് ഹൈലി ഇൻ്റർ റിലേറ്റഡ് റോൾസ്, ഒരു 10 വ്യത്യസ്തമായാൽ എന്നാൽ അത് തമ്മിൽ എന്തുണ്ട് ബന്ധമുള്ള ഒരു 10 റോൾസ് ദാറ്റ് ഈസ് ടു ബി പെർഫോംഡ് ബൈ എ മാനേജർ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി പെർഫോംഡ് ബൈ എ മാനേജർ പെർഫോം ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ചില കൃത്യമായിട്ട് തന്നെ ചില റോൾസ് ഹെൻറി മിറ്റ്സ്ബർഗ് എന്ന വ്യക്തി കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് കാണാം കേട്ടോ. ആ ചാർട്ടിനകത്തൊന്ന് നോക്കാം. അപ്പോൾ അത് ദാറ്റ് ഈസ് ഞാനിവിടെ സ്ലൈഡായിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. റോൾസ് പെർഫോംഡ് ബൈ എ മാനേജർ. അപ്പോൾ മെയിൻലി 3 റോൾസ് എന്നാണ് ഹെൻറി മിറ്റ്സ്ബർഗ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തരുന്നൊരു ചെറിയൊരു ഡ്യൂട്ടിയാണ് ജസ്റ്റ് ചെക്ക് ഇറ്റ് ഹു ഈസ് ഹെൻറി മിറ്റ്സ്ബർഗ്. നിങ്ങൾക്ക് തരുന്നൊരു ചെറിയ ആദ്യത്തെ മൊഡ്യൂളിൽ അപ്പോൾ ഞാനൊരു പണികളൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഇതൊരു ചെറിയൊരു കുഞ്ഞൊരു അസൈൻമെൻറ്റ്, അതായത് നിങ്ങളത് ആരാന്ന് കണ്ട് അദ്ദേഹത്തെക്കുറിച്ചൊരു 2 വാക്ക് എഴുതിയിട്ട് ഇൻട്രാക്ഷൻ സെഷൻ വരുന്ന സമയത്ത് കേട്ടോ നിങ്ങളെനിക്കത് അയച്ചു തരേണ്ടതാണ്. ഹെൻറി മിറ്റ്സ്ബർഗ് ആരാണെന്നും എന്താണ് അദ്ദേഹത്തിൻ്റെ മെയിൻ എന്നുള്ള രീതിയിലും ഒന്ന് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. കുറച്ചൊക്കെ ഡിഗ്രിയിൽ നമ്മളങ്ങനെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ നോക്കി പറഞ്ഞു തരാൻ അറിയാം, അല്ല എനിക്കിപ്പോൾ ഇത്രയും നോക്കുന്നതിൽ അത് നോക്കി തരാം, പക്ഷേ ഇത് യു ഹാവ് ടു ഡു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഈ 10 ഈ വ്യത്യസ്തമായ എന്നാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന റോൾസ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ടെക്സ്റ്റിനകത്ത് കാണാം റോൾസ് പെർഫോംഡ് ബൈ എ മാനേജർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലോ ചാർട്ട്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഈസ് ഇൻ്റർ പേഴ്സണൽ റോൾസ്, സെക്കൻഡ് ഈസ് ഇൻഫോർമേഷണൽ റോൾസ്, തേർഡ് ഈസ് ഡിസിഷണൽ റോൾസ്. കണ്ടോ, ക്ലിയർ ആയിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെ ഫസ്റ്റ് എടുത്ത് നോക്കിയേ ഇൻ്റർപേഴ്സണൽ റോൾസിനെ എഗെയിൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ആക്കിയിട്ട് വീണ്ടും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫിഗർ ഹെഡ്, ലീഡർഷിപ്പ്, ലേസർ, അങ്ങനെ 3 ആക്കി ചെയ്തിട്ടുണ്ട്. ഇൻഫോർമേഷൻ റോൾസിനെയും ഇറ്റ് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോക്സ് പേഴ്സൺ. And decision roles being again classified into decision roles are also being classified into 4 entrepreneur, disturbance handler, resource allocator, negotiator. അപ്പോൾ ഇതപ്പോൾ നിങ്ങളൊന്ന് എണ്ണി നോക്കി കറക്റ്റ് എത്ര എണ്ണം വന്നു? 3 + 3 6, 6 + 4 10 കണ്ടോ, 10 എണ്ണമാണ് ഹെൻറി മിറ്റ്സ്ബർഗ് പറഞ്ഞിട്ടുള്ളത്. ആ 10 ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് അപ്പോൾ റോൾസ് എഴുതാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഷുവർലി യു ഹാവ് ടു ഡ്രോ ദിസ് ചാർട്ട്. ഈ ചാർട്ട് വരച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ താഴെ എന്ത് ചെയ്യുക, 5 മാർക്കിൻ്റെ ക്വസ്റ്റനാണ് നിങ്ങൾക്ക് വരിക. പണ്ടത്തെ സിലബസ് അനുസരിച്ച് 4 മാർക്കിൻ്റെ സ്ഥലത്ത് നിങ്ങൾക്ക് വരുന്നത് 5 മാർക്സ് ആണ്. അപ്പോൾ എക്സ്ട്രാ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ കറക്റ്റ് ആ പിക്ചറൊക്കെ വരച്ച് എന്നിട്ട് ഓരോന്നിനെക്കുറിച്ചും എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് പോകുക. അപ്പോൾ നമുക്കതിൽ ആദ്യത്തെ റോൾ അഥവാ ഇൻ്റർപേഴ്സണൽ റോളിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ലെറ്റ്സ് ഡിസ്കസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ്റർപേഴ്സണൽ റോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻ്റർപേഴ്സണൽ റോൾസ് ആർ പെർഫോംഡ് ബൈ അണ്ടർടേക്കിംഗ് ഡ്യൂട്ടീസ് ദാറ്റ് ആർ സെറിമോണിയൽ ആൻഡ് സിംബോളിക് ഇൻ നേച്ചർ എന്നാണെന്നാണ് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ തീർച്ചയായും ഒരു സെറമോണി എന്ന് പറയുന്നത് അതവിടെ നടക്കേണ്ടതാണ്. അങ്ങനെയുള്ള ചില ഡ്യൂട്ടീസ് ഏറ്റെടുക്കുന്ന അതാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണൽ റോൾസ് എന്ന് പറയുന്നത്. നമ്മളൊരു സെറമണി പോലെ കൃത്യമായിട്ട് നമുക്ക് ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ജോലികളുണ്ടായിരിക്കും. അതാണ് ഇൻ്റർപേഴ്സണൽ റോൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3, ദാറ്റ് ഈസ് ഫിഗർ ഹെഡ് എന്ന് പറയുന്നുണ്ട്, ലീഡർഷിപ്പ് എന്ന് പറയുന്നുണ്ട്, ലേസർ. എന്താണ് ഈ ഫിഗർ ഹെഡ് എന്ന് പറയുന്നത്? അതൊരു ഫിഗർ ഹെഡ് ആയിട്ടൊരു മാനേജറിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? എ മാനേജർ ഈസ് ലൈക്ക് എ സിംബോളിക് ഹെഡ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ഹി ഹാസ് ടു പെർഫോം എ നമ്പർ ഓഫ് റുട്ടീൻ ഡ്യൂട്ടീസ്, കണ്ടോ, റുട്ടീൻ ഡ്യൂട്ടീസ് ദാറ്റ് ആർ ലീഗൽ ഓർ സോഷ്യൽ ഇൻ നേച്ചർ. ആൻഡ് ഫോർ എക്സാമ്പിൾ സോളിസിറ്റേഷൻസ്, ഹാൻഡ്ലിംഗ് സെറിമണീസ് എക്സെട്ര. ഈ ഒരു ഫിഗർ ഹെഡ് എന്നല്ല, ഫിഗർ ഹെഡ് എന്ന് തന്നെ ആലോചിക്കുക. തല അല്ലെ നമ്മുടെ തല എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ പാർട്ടാണ്. അതേപോലെ തലവൻ എല്ലാവരും എന്താ പറയുക ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരും നോക്കുന്ന ഒരു സിംബോളിക് ആയിട്ട് നോക്കുന്ന ഒരു ആളായിരിക്കും ഒരു മാനേജർ. അങ്ങനെ ആ റോൾ അദ്ദേഹം പെർഫോം ചെയ്യണം. അതായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ മാനേജറോട് ചോദിക്കാം, ഓക്കെ മാനേജർ പറയട്ടെ എന്നാണ് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു സിംബോളിക് ഹെഡ് ഓഫ് ദി ഓർഗനൈസേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ആസ് എ മാനേജർ എന്നുള്ള നിലയ്ക്ക് റൂട്ടീനായിട്ട് ദാറ്റ് ഈസ് ഡെയിലി ആയിട്ട് ചെയ്യേണ്ട ചില ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. അത് ലീഗലായിട്ടോ സോഷ്യലി ആയിട്ടോ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്.
എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ചില സോളിസിറ്റേഷൻസ്, അതായത് പല കാര്യങ്ങൾക്കും മാനേജർക്ക് ചില മുന്നിട്ടിറങ്ങേണ്ടി വരും. പലരോടും പല കാര്യങ്ങൾ ചോദിക്കാനായിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്നാണോ ഷൈനസോ അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കണ്ട. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ ദാറ്റ് ഈസ് ചെന്ന് ചോദിച്ച് അതിന് സമ്മതം വാങ്ങിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ചെയ്യണം. ഹാൻഡ്ലിംഗ് സെറമണീസ് അല്ലെ, ഒരു ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകേണ്ടത്, മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് മാനേജർ തന്നെയാണ്. അതാണ് ഫിഗർ ഹെഡ് എന്ന റോൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലീഡർ റോൾ എന്താണ്? ഹീ ഈസ് എ ലീഡർ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് എ മാനേജർ ഹാസ് ടു മോട്ടിവേറ്റ് ആൻഡ് ഡയറക്റ്റ് ഹിസ് സബോർഡിനേറ്റ്സ്. ഒരു മാനേജർക്ക് എപ്പോഴും തൻ്റെ സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാനും സാധിക്കണം. അപ്പോൾ ലീഡർ എന്നുള്ള റോളും ആര് ഏറ്റെടുക്കുന്നുണ്ട്? ദാറ്റ് ഈസ് എ ഇൻ്റർപേഴ്സണലാണ് പല രീതിയിലുള്ള ദാറ്റ് ഈസ് അപ്പോൾ ഒരു ഇൻ്റർപേഴ്സണൽ റോൾ ഒരു മാനേജർ ഏറ്റെടുക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് പറയുന്നതാണ് ഇൻ ലേസണിങ്. അപ്പോൾ ലേസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഡിക്ഷണറി മീനിങ് നിങ്ങൾ നോക്കിയാൽ കാണാം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാനേജർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റീവ് കേപ്പബിലിറ്റി ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. In listening, a manager is required to maintain and expand the network of his contacts. അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നെറ്റ്വർക്ക്സ് ഒരിക്കലും നാരോ ആയിരിക്കില്ല, വൈഡ് കോൺടാക്റ്റ് ഉണ്ടായിരിക്കും. കാരണം ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് ഈ മാനേജർ എന്നുള്ള പൊസിഷനിൽ ഇരുന്നു കൊണ്ട് കോൺടാക്ട് ചെയ്യേണ്ടതും അവരോട് പറയേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അതാണ് പറയുന്നത് ഒരു ലിസണിങ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്, അതായത് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് അദ്ദേഹത്തിന് ചെയ്യേണ്ടത് എന്താണ്? എ മാനേജർ ഇസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ആൻഡ് എക്സ്പാൻഡ് ദി നെറ്റ്വർക്ക് ഓഫ് ഹിസ് കോൺടാക്ട്സ്. അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റുകൾ കൂട്ടാനും കുറയ്ക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതാണെന്നാണ്. ദാറ്റ്സ് അബൌട്ട് ദി that's about the interpersonal roles. Next that we have to discuss is about the information roles played by a manager. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് അല്ലേ. ഒരു റോളും ദാറ്റ് ഇസ് മാനേജർക്ക് പ്ലേ ചെയ്യേണ്ടത് ആവശ്യമാണെന്നാണ് പറയുന്നത്. എ മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ കളക്ടിങ് ഇൻഫോർമേഷൻ ഫ്രം അതർ ഓർഗനൈസേഷൻസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓഫ് കോഴ്സ് ഒരു ഓർഗനൈസേഷന് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കാം, അതുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് മറ്റ് ഓർഗനൈസേഷൻസിനും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ദാറ്റ് ഈസ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് വൺ ഓഫ് ഹിസ് റോളാണെന്നാണ് പറയുന്നത്. പിന്നെ അതിൽ 3 പേരാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. മോണിറ്റർ എന്ന് പറഞ്ഞു, ഡിസാമിനേറ്റർ എന്ന് പറഞ്ഞു, ആൻഡ് സ്പോക്സ് പേഴ്സൺ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് മോണിറ്റർ എന്നുള്ളത്? ഹി ഈസ് പ്രൈമർലി കൺസേൺ വിത്ത് റിസീവിങ് എ വെറൈറ്റി ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ അതിൽ മോണിറ്റർ ചെയ്യണം നമ്മൾ നിരീക്ഷിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കേണ്ടത് പല വ്യത്യസ്തമായിട്ടുള്ള ഇൻഫർമേഷൻസും കിട്ടുന്നില്ലേ എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് മോണിറ്റർ എന്നുള്ള ആ റോളിൽ അദ്ദേഹം ചെയ്യേണ്ടത്. ആസ് എ ഡിസമിനേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഡിസമിനേറ്ററിൻ്റെ വേറൊരു വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ആസ് എ ഡിസമിനേറ്റർ എന്ത് ചെയ്യണം? ഹി ഹാസ് ടു ട്രാൻസ്മിറ്റ് ദ ഇൻഫോർമേഷൻ ടു ഓൾ കൺസേൺഡ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. അതായത് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കിട്ടുകയാണെങ്കിൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യണം? ഈ ഇൻഫോർമേഷൻ അദ്ദേഹം ട്രാൻസ്മിറ്റ് ചെയ്യണം. അദ്ദേഹത്തിനോടായിരിക്കും പറയുക എല്ലാവരും ഇത് അറിയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് എന്തെന്ന്, അദ്ദേഹം അവിടെ ചെയ്യേണ്ട ഒരു പണി എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യണം? ആരൊക്കെയോ അത് അറിയിക്കണം, അല്ലെങ്കിൽ ആരൊക്കെയൊക്കെ ഇൻഫോർമേഷന് ഗുണമുണ്ടോ അവരെ ഇൻഫോർമേഷൻ അറിയിക്കണം. അതാണ്. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ നടത്താം. ദാറ്റ് ഈസ് അതാണ് ഡിസമിനേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ആസ് എ സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി, അതിനെയാണ് നമ്മൾ സ്പോക്സ് പേഴ്സൺ എന്ന് പറയാം. ഹി ഹാസ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു ഔട്ട്സൈഡേഴ്സ്. കണ്ടോ, അത് വിത്തിൻ ദി ഓർഗനൈസേഷൻ കൊടുക്കുമ്പോൾ അദ്ദേഹം ഡിസമിനേറ്റർ എന്നുള്ള റോളും എടുക്കുന്നു. ആൻഡ് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടാം, അപ്പോൾ ആ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യും? സംസാരിക്കാൻ മുന്നോട്ട് വരും. അപ്പോൾ അതാണ് ആസ് എ സ്പോക്സ് പേഴ്സൺ എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന് ചില റോൾസുകൾ പ്ലേ ചെയ്യാനുണ്ട്. ഓക്കെ, അതാണ് ഇൻഫോർമേഷൻ റോൾസിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? തേർഡ് റോൾ, ദാറ്റ് ഈസ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഡിസിഷണൽ റോൾസ് എന്നാണ് പറയുന്നത്. ഡിസിഷണൽ റോൾസിൽ 3 എണ്ണമാണ് പറയുന്നത്. എൻട്രപ്രണർ എന്ന് പറയുന്നു, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലോക്കേറ്റർ ആൻഡ് നെഗോഷിയേറ്റർ. ഇപ്പോൾ എൻട്രപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും, ഒരു ബിസിനസ്മാനെ വിളിക്കുന്ന വേറൊരു പേരാണ് എൻട്രപ്രണർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു മാനേജർ അപ്പോൾ ഒരു ബിസിനസ്മാനെ പോലെ ആക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്, അല്ലാതെ വെറും അദ്ദേഹം ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തി ആവരുത് എന്നാണ് പറയുന്നത്. ആസ് എൻ എൻട്രപ്രണർ എ മാനേജർ ഹാസ് ടു സെർച്ച് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദി ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. കണ്ടോ, അപ്പോൾ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി, അങ്ങനെയല്ല. ഒരു എൻട്രപ്രണറിനെ പോലെ അദ്ദേഹം, അതായത് ഞാനിതിൻ്റെ ഒരു മെയിൻ ആളാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. അദ്ദേഹം ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് വേണ്ടിയും അതിൻ്റെ എക്സ്പാൻഷന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ അവസരങ്ങളുണ്ടോ അത് സെർച്ച് ചെയ്യേണ്ടത് ദാറ്റ് ഇദ്ദേഹത്തിൻ്റെ ഒരു റോളാണെന്നാണ് പറയുന്നത്. ആൻഡ് എന്താണെന്നാണ് പറയുന്നത്? ചില ക്രൈസിസ് ടൈമുകൾ, അതായത് ചില ബുദ്ധിമുട്ട് വരുന്ന ഓർഗനൈസേഷൻ ചില സമയങ്ങളിൽ ക്രൈസിസ് സിറ്റുവേഷൻസിലൊക്കെ ആയിരിക്കും. അതായത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള, ഇപ്പോൾ ഓഫ് കോഴ്സ് അല്ലേ കോവിഡ്, കാരണം നമുക്കറിയാം കോവിഡ് എന്ന് പറയുന്നത് ഒരു ക്രൈസിസ് ആണ് എല്ലാവരും മുന്നിൽ. അപ്പോൾ അങ്ങനെ വരുന്ന ചില ക്രൈസിസ് സിറ്റുവേഷൻസിൽ ദ മാനേജർ ഹാസ് ടു പെർഫോം ദ റോൾ ഓഫ് എ ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ. എന്താണ് ഡിസ്റ്റർബൻസ്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുക.
അത്രേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പ്രോബ്ലംസ് വന്നാൽ അത് ഹാൻഡിൽ ചെയ്യേണ്ടതും ആര് തന്നെയാണ്. ദാറ്റ് ഇസ് ദ റോൾ ഓഫ് ദി മാനേജർ. ആൻഡ് നെക്സ്റ്റ് എന്താണെന്നാണ് പറയുന്നത്, അലോക്കേറ്റർ, റിസോഴ്സ് അലോക്കേറ്റർ അല്ലേ. ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് നമ്മൾ സാധാരണ 4 M's എന്നാണ് പറയുക. 4 റിസോഴ്സുകളാണ് ആവശ്യം. മെൻ, മെറ്റീരിയൽ, മണി, മെഷീനറി. ഈ 4 ഉണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രി എന്താണെങ്കിലും അവിടെ ഒരു എന്ത് നടക്കുന്നുള്ളൂ, അവിടെ ഒരു പെർഫോമൻസ് നടക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് ഒരു റിസോഴ്സ് അലോക്കേറ്റർ എന്നുള്ള നിലയ്ക്ക് ദ മാനേജർ ഹാസ് ടു പ്രൊവൈഡ് നെസസറി റിസോഴ്സസ് ടു ദ സബോർഡിനേറ്റ്സ് ഫോർ പെർഫോമിങ് ദെയർ ടാസ്ക്. അതായത് സബോർഡിനേറ്റ്സിന് അവരുടെ ടാസ്ക്, അവർക്ക് കൊടുത്ത ജോലി ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരുടെ പണിയാണെന്നാണ് പറയുന്നത്. ദാറ്റ് ലൈസ് വിത്ത് ദി മാനേജർ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു റിസോഴ്സ് അലോക്കേറ്റർ എന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ആൻഡ് ഓഫ് കോഴ്സ് ഹീസ് ഓൾസോ എ നെഗോഷിയേറ്റർ എന്നാണ് പറയുന്നത്. നെഗോഷിയേറ്റർ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഭൂമിയൊക്കെ വിൽക്കും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ നെഗോഷിയേഷൻ ഉണ്ടാവും. നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ചർച്ചയൊക്കെ ചെയ്തിട്ട് നമ്മളൊരു കണ്ടിട്ടില്ലേ, പ്രൈസ് നോട്ട് നെഗോഷ്യബിൾ എന്ന് കാണാം. അത് അതിനെക്കുറിച്ച് ഡിസ്കഷൻ ഇല്ല, ഫൈനൽ പ്രൈസ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അതേപോലെ തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട റോളും കൂടി ആര് പെർഫോം ചെയ്യണം, എ മാനേജർ ഹാസ് ടു പെർഫോം. അതാണ് പറയുന്നത്. ആസ് എ നെഗോഷിയേറ്റർ ദ മാനേജർ വിൽ റിക്വയർ ടു റെപ്രസെൻറ്റ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഹാൻഡിൽ ദ കോൺട്രാക്ട് നെഗോഷിയേഷൻസ്. അതായത് ഒരു ഓർഗനൈസേഷന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്ത് പോയിക്കൊണ്ട് പല കോൺട്രാക്റ്റുകളൊക്കെ സൈൻ ചെയ്യുന്ന സമയത്ത് അതിലെല്ലാ കാര്യങ്ങളും തീരുമാനിച്ചപടി അതിലെന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻസോ ഡിസിഷൻസോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എന്താ പറയുക സംസാരിച്ചുകൊണ്ട് ഒരു അഗ്രിമെൻറ്റിലെത്താം. അതിനാണ് നെഗോഷിയേഷൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതും ആരുടെ റോളാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ റോൾ ഓഫ് മാനേജർ. Okay, but that is we have discussed the role of a manager which has to be performed. അല്ലേ, അപ്പോൾ നമ്മൾ 3 റോൾസുകൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. ഇനി നമ്മുടെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക് എടുക്കേണ്ടതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ പറയണത് മാനേജർക്ക് എന്ത് വേണം, കുറച്ച് സ്കിൽസ് പെർഫോം ചെയ്യണം. അതായത് കുറച്ച് കഴിവുകൾ വേണം. എല്ലാവർക്കും ഒന്നും മാനേജർ ആവാനായിട്ട് സാധിക്കില്ല. സം ഇൻബൗണ്ട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, ചിലത് ട്രെയിൻഡ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഒരു മാനേജർക്ക് വേണ്ട സ്കിൽസുകൾ എന്തൊക്കെയാണ്. ഒരു ഷുവർ ക്വസ്റ്റൻ ആണ് കേട്ടോ സ്കിൽസ് ഓഫ് എ മാനേജർ എന്ന് പറയുന്നത്. ഒരു മാനേജർക്ക് മെയിൻലി പറയണത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൽ ആവശ്യമാണ്. 3 മെയിൻ പറയുന്നത്. +2 അതിൻ്റെ കൂടെ 2 കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാനേജർ ഹാസ് ടു പോസസ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൽ എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ടെക്നിക്കൽ, ഹ്യൂമൺ ആൻഡ് കോൺസെപ്ച്വൽ സ്കിൽ. എന്തൊക്കെയാണ് പറയുന്നത്? കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കഴിവുകൾ വേണം, കുറച്ച് ഹ്യൂമൺ മനുഷ്യരുമായിട്ടല്ലേ പെരുമാറുന്നത്. അപ്പോൾ ഒരു ഹ്യൂമൻ സ്കിൽ ആവശ്യമാണ്. അവരോട് എങ്ങനെ പെരുമാറുന്നതിനെ കുറിച്ചിട്ടൊരു അറിവ് വേണം, ആ ഒരു സ്കില്ല് വേണം. ആൻഡ് കോൺസെപ്ച്വൽ, ചില കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി ചില കോൺസെപ്റ്റ്സുകൾ മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ കോൺസെപ്ച്വൽ സ്കിൽ വേണം. ആൻഡ് in addition to this he requires some he or she requires some communication skill ആവശ്യമാണ്. അതുപോലെ തന്നെ ഇഫക്റ്റീവ്നെസ് സ്കില്ലും ആവശ്യം. ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കുക. പിന്നെ ആവശ്യമുള്ള സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു മാനേജർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ലൊരു മാനേജർ ആവാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പക്കാ ഇഫക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് മാനേജർ ആവാനായിട്ട് സാധിക്കുള്ളൂ. ലെറ്റ് us discuss one by one. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ടെക്നിക്കൽ സ്കിൽ. അത് സാങ്കേതികം എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ കുറച്ച് കഴിവ് ഒരു മാനേജർക്ക് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ദിസ് റെഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് എ മാനേജർ ടു അപ്ലൈ നോളേജ്, മെത്തേഡ്സ്, ടെക്നിക്സ് ആൻഡ് എക്യുപ്മെൻറ്റ് നെസസറി ടു പെർഫോം വേരിയസ് ടാസ്ക്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു മെഷീനറി പെട്ടെന്ന് കേടായി, വർക്കേഴ്സ് വന്ന് മാനേജറോടാണ് പറയാം. നമ്മൾ പറഞ്ഞു അല്ലേ എന്ന് പറയുമ്പോൾ മാനേജർക്ക് അയ്യോ എനിക്ക് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഹി ഹാസ് ടു ഹാവ് സം ബേസിക് നോളേജ് ഓഫ് ദാറ്റ് മെഷീൻ. ആ മെഷീൻ അപ്പോൾ അദ്ദേഹം ആ ഒരു റോളിലേക്ക് എത്തുമ്പോൾ അതിനെക്കുറിച്ച് അത് പെട്ടെന്ന് ചിലപ്പോൾ എന്താണ് അതിൻ്റെ പോസിബിലിറ്റീസൊക്കെ അദ്ദേഹം അറിഞ്ഞിരിക്കണം. അവിടെ ഇവിടെയും ചിലപ്പോൾ ഇവരെന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ കുറച്ച് ടെക്നിക്കാലിറ്റികളെ കുറിച്ചുള്ളൊരു അറിവ് ഒരു മാനേജർക്ക് ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇതെങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു മാനേജർ അവൻ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ MBA പഠിച്ച് വരുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ടെക്നിക്കൽ സ്കിൽസ് ഒന്നും അറിയുന്നുണ്ടാവില്ല അല്ലേ, നമ്മൾ സയൻസ് എടുത്തല്ല വരുന്നത്. അപ്പോൾ ആ സമയത്ത് ദാറ്റ് ഈസ് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. ദീസ് സ്കിൽസ് ഹാവ് ടു ബി എക്വയർഡ് ത്രൂ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ബൈ എക്സ്പീരിയൻസ് മാറ്റേഴ്സ് അല്ലേ. അതായത് നമുക്ക് വേണമെങ്കിൽ ട്രെയിനിങ് വഴിയോ എഡ്യൂക്കേഷൻ അതിനെക്കുറിച്ച് പഠിക്കുക. എനിക്കതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. മൈ റോൾ ഈസ് ടു മാനേജ് ദാറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ് എന്നുള്ളതല്ല. അവിടെ വരുന്ന ചില പ്രശ്നങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം, പരിഹാരം കണ്ടെത്തേണ്ടതായിട്ട് തന്നെ ഒരു മാനേജർക്ക് വരും. അപ്പോൾ അത് ചിലപ്പോൾ പഠിച്ചെടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ അതിന് ട്രെയിനിങ് എടുക്കേണ്ടതായിട്ട് വരും, പിന്നെ നമുക്ക് ബൈ എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ ദാറ്റ് ഈസ് അപ്പോൾ ഒരു മാനേജർക്ക് അത്യാവശ്യം വേണ്ട ഒരു സ്കില്ലാണ് ടെക്നിക്കൽ സ്കിൽ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഹ്യൂമൻ സ്കിൽ.
ഹ്യൂമൻ സ്കിൽ എന്ന് പറഞ്ഞാൽ എത്ര നിങ്ങളതിപ്പോൾ ടെക്സ്റ്റിലുള്ളത് വായിക്കണമെന്നൊന്നുമില്ല. ദാറ്റ് ആസ് ഹി ഹാസ് ടു മാനേജ് വിത്ത് ദ ഹ്യൂമൻ ബീയിങ്സ് ആണ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൂടി കടന്നു പോകുന്നത്. അദ്ദേഹം ഹിംസെൽഫ് എ ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ പോലും പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ദാറ്റ് ഹി മസ്റ്റ് ഹാവ് ദ എബിലിറ്റി ടു ഹാൻഡിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. അതായത് വർക്കേഴ്സ് ഒരുപാട് മനുഷ്യരാണ് അല്ലേ, മനുഷ്യരെല്ലാവരും എന്താണ്, ദാറ്റ് ഈസ് ഇൻഡിവിജ്വലി ദേ ആർ ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരിക്കും. അവരെ കൃത്യമായിട്ട് അവർ തമ്മിലൊരു നല്ല റിലേഷൻ ഉണ്ടാക്കി ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻ കൊണ്ട് നടത്താൻ കഴിവുള്ള ഒരാളായിരിക്കണം ഒരു മാനേജർ എന്ന് പറയുന്നത്. പിന്നെന്താണെന്നാണ് പറയുന്നത്, എ മാനേജർ മസ്റ്റ് ബി കമ്പിറ്റൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ബോത്ത് അറ്റ് എൻ ഇൻഡിവിജ്വൽ ലെവൽ ആൻഡ് അറ്റ് എ ഗ്രൂപ്പ് ലെവൽ. അതായത് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് അയാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും ആ വ്യക്തി തന്നെ ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളതും അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ ഒരു ഗ്രൂപ്പ് ബിഹേവിയറിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കണം. ഒരു ഇൻഡിവിജ്വലിനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്, കൈകാര്യം എന്ന് പറഞ്ഞെങ്കിൽ അടിച്ചു പിടിക്കാൻ നല്ലതാണ് ഞാൻ പറയുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിനോട് ബിഹേവ് ചെയ്യേണ്ടത്, ഇത് രണ്ടിനെ കുറിച്ചിട്ടുള്ള അറിവ് ദാറ്റ് ഈസ് ഒരു മാനേജർക്ക് ആവശ്യമുണ്ട്. ഹി മസ്റ്റ് ബി ഏബിൾ ടു വർക്ക് വിത്ത് ഹിസ് സബോർഡിനേറ്റ്സ്. ദാറ്റ്സ് ദ മെയിൻ പോയിന്റ് ടു ബി നോട്ടഡ്. ഒരു മാനേജർക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിനോട് ഒത്തുചേർന്ന് വർക്ക് ചെയ്യാനായിട്ട് കഴിയണം. അല്ലാതെ കാല് കയറ്റി വെച്ച് ഐ ആം എ മാനേജർ എന്നുള്ള രീതിയിലല്ല ഇരിക്കേണ്ടത്. ചിലപ്പോൾ അവരുടെ കൂടെ നിന്ന് ആ ഫാക്ടറിയിൽ നിന്ന് ചില പണികൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർക്ക് ഫീലിംഗ് വരും, ഓക്കെ ഹീസ് വൺ അമങ് അസ് എന്നുള്ള ഒരു ഫീലിംഗ് വരും. അപ്പോൾ അതാണ് പറയുന്നത്, അണ്ടർസ്റ്റാൻഡ്, അവരെ മനസ്സിലാക്കണം, ആൻഡ് മോട്ടിവേറ്റ് ദം, അവരെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതാണ് ഹ്യൂമൻ സ്കിൽ എന്ന് പറഞ്ഞ് ഒരു മാനേജർക്ക് വേണ്ടി വരുന്നതെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ദാറ്റ് ഈസ് ദ കോൺസെപ്ച്വൽ സ്കിൽ എന്നാണ് പറയുന്നത്. കോൺസെപ്ച്വൽ എന്ന് പറഞ്ഞെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്താ ആവശ്യമാണ്, നമുക്ക് അതിനെക്കുറിച്ചൊരു നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം അല്ലേ, നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യണം. അപ്പോൾ അതാണ് പറയുന്നത്, ദിസ് റെഫേഴ്സ് ടു ദി ഇൻ്റലക്ച്വൽ എബിലിറ്റി ആൻഡ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് എ മാനേജർ ടു അനലൈസ് ആൻഡ് ഹാൻഡിൽ ദി കോംപ്ലക്സ് സിറ്റുവേഷൻ. അതായത് ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ മുന്നിൽ വന്നു, അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അയ്യോ ഇതാകെ പാട് പിടിച്ച ജോലിയാണല്ലോ ഇനി എന്ത് ചെയ്യാം എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആവരുത് ഒരു മാനേജർ എന്നാണ് പറയുന്നത്. ഒരു മാനേജർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം, അത് കോംപ്ലക്സ് സിറ്റുവേഷൻസ് വന്നാൽ അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ എന്താണെന്നാണ് പറയുന്നത്, കുറച്ച് ബുദ്ധി, അവനവൻ്റെ കുറച്ച് ബുദ്ധിയും കൂടി ഉപയോഗിച്ച് അത് സോൾവ് ചെയ്യാൻ പറ്റണം. അതാണ് ദാറ്റ് ഈസ് കോൺസെപ്ച്വൽ സ്കിൽ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, എ മാനേജർ ഹാസ് ടു യൂസ് ഹിസ് ഹെഡ് ആൻഡ് ഹാർട്ട്. നമ്മുടെ ബ്രെയിനും ഉപയോഗിക്കണം, നമ്മുടെ ഹൃദയവും ഉപയോഗിക്കണം. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ഒരു ശരിയായ തീരുമാനത്തിൽ എത്താൻ പറ്റുന്നൊരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കില്ല് ആർക്ക് ആവശ്യമാണ്, ഒരു മാനേജർക്ക് ആവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ദാറ്റ് ഈസ് എന്താണ്, എ മാനേജർ ഹാസ് ടു യൂസ് ഹിസ് ഹെഡ് ആൻഡ് ഹേർട്ട് ഫോർ ടേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻസ് അറ്റ് ദ റൈറ്റ് ടൈം, എസ്പെഷ്യലി ഇൻ ദ ടൈംസ് ഓഫ് ക്രൈസിസ്. പ്രത്യേകിച്ച് ക്രൈസിസ് വരുന്ന സമയത്തുകൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് വിചാരിച്ചിരിക്കാത്ത ചില സിറ്റുവേഷൻസുകളൊക്കെ വരില്ലേ, ക്രൈസിസ് വരുമ്പോൾ ആ സമയത്ത് ബുദ്ധിയും എന്നാൽ മനസ്സുകൊണ്ടും ആലോചിക്കാൻ പറ്റണം. അങ്ങനെ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായിരിക്കണം ഒരു മാനേജർ. അപ്പോൾ ഇതാണ് 3 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് എ മാനേജർ റിക്വയർസ്. ഏതൊക്കെയായിരുന്നു ഒന്ന്, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് ടെക്നിക്കൽ സ്കിൽ ആവശ്യമാണ്, അതുപോലെ തന്നെ ഹ്യൂമൻ സ്കിൽ ആവശ്യമാണ്, ആൻഡ് കോൺസെപ്ച്വൽ സ്കിൽ ആവശ്യമാണ്. ഇനി അഡീഷൻ ടു ദിസ് ഹി റിക്വയർസ് വേറെ 2 സ്കില്ലും കൂടി ആവശ്യമാണ്. ഫസ്റ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നാണ് പറയുന്നത്. ദിസ് റെഫേഴ്സ് എ മാനേജേഴ്സ് എബിലിറ്റി ടു ട്രാൻസ്ഫോം ഐഡിയാസ് ഇൻ ടു വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. അതായത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മാനേജർക്ക് അത് അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റണം. അല്ലാതെ മനസ്സിൽ ആ ഐഡിയ ഉണ്ട് ആൻഡ് ഹി വാസ് നോട്ട് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്, ശരിയാവില്ല അല്ലേ. ഒരു ടീച്ചർ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് വേണ്ടതാണ്, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കും, നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ലെങ്കിൽ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് പിന്നെ അവിടെ ഇല്ല, നമുക്ക് ടീച്ചിങ് പറ്റില്ല അല്ലേ. നമ്മളത് നമ്മുടെ കുറച്ച് ഇൻബോണും കുറച്ച് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു എബിലിറ്റിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ പല ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു മാനേജറുടെ എബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് വേർഡ്സ് ആക്കി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു കഴിവുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, ക്രെഡിബിലിറ്റി എമംഗ് കൊളീഗ്സ്, പിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവരെയാണ്, നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവരെ കൊളീഗ്സ് എന്ന് പറയും. പിയർ എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ അത് തന്നെയാണ്. ആൻഡ് സബോർഡിനേറ്റ്സ്, നമ്മുടെ കീഴെ ജോലി ചെയ്യുന്നവർ, അവരുടെ അടുത്തൊക്കെ ഒരു ക്രെഡിബിലിറ്റി, അതൊരു വിശ്വാസ്യത. ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഈ ഇദ്ദേഹം പറയുന്നത് ഓക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ ഇദ്ദേഹം നല്ല അതിന് വില കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു സ്കില്ല് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കണം. ആൻഡ് ലിസണിങ് എന്നാണ് പറയുന്നത്. എന്താ ചെയ്യുക, ശ്രദ്ധിക്കണം, ലിസണിങ് ആൻഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്, പ്രസൻറ്റേഷൻ സ്കിൽസ് ഇൻ സ്പോക്കൺ ഫോർമാറ്റ്, റിട്ടൺ ആൻഡ് ഗ്രാഫിക് ഫോർമാറ്റ്സ്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, പല ചോദ്യങ്ങളും ചോദിച്ച് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയെടുത്ത് അതിന് ഡൗട്ട്സുകളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റണം. പ്രസൻറ്റേഷൻ സ്കിൽ അല്ലേ,
മസ്റ്റ് ആണ് ഒരു മാനേജറെ സംബന്ധിച്ച് എന്ത് കാര്യവും അദ്ദേഹത്തിന് മുന്നോട്ട് വന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കണം. അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ രണ്ട് കൂട്ടർക്കും അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കുന്നുള്ളൂ, കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് അല്ലേ. അപ്പോൾ അത് വേണം. പിന്നെ റിട്ടേൺ ആയിട്ട് എഴുതണമെങ്കിൽ ചിലപ്പോൾ ലെറ്റേഴ്സൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ലെറ്ററുകളാക്കേണ്ടി വരും. ഗ്രാഫിക്കൽ ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് നിങ്ങൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഗ്രാഫിക് നമുക്ക് സ്ലൈഡ്സുകളായിട്ടൊക്കെ കാണില്ലേ. അപ്പോൾ അങ്ങനെ ഗ്രാഫിക്കലി കാണിച്ചു ചിലപ്പോൾ അത്ര പ്രത്യേകിച്ച് ഈ വർക്കേഴ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതൊന്ന് കളറൊക്കെ ചെയ്ത് ഒരു ബോർഡിലൊക്കെ വരച്ച് അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിലൊക്കെ എഴുതി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ഈസി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകളെല്ലാം അപ്പോൾ ആ രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കണം ആരെന്ന് പറയുന്നത് എ മാനേജർ. ആൻഡ് ദ ഫിഫ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, ഇഫക്റ്റീവ്നെസ് സ്കിൽ എന്നാണ് പറയുന്നത്. ദിസ് റെഫേഴ്സ് ടു എ മാനേജേഴ്സ് എബിലിറ്റി ടു ആർട്ടിക്കുലേറ്റ് കോർപ്പറേറ്റ് മിഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ ഒബ്ജക്റ്റീവ്സ് എന്നാണ്. ആർട്ടിക്കുലേറ്റ് എന്നുണ്ടെങ്കിൽ ഇത് വർക്കേഴ്സിന് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്. അപ്പോൾ ആ ഒരു കഴിവുണ്ടാവണം എന്നാണ് പറയുന്നത്. എന്ത് മനസ്സിലാക്കി കൊടുപ്പിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഒരു കോർപ്പറേറ്റ്, അതായത് ഈ ഓർഗനൈസേഷൻ്റെ മിഷൻ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, കസ്റ്റമർ ഫോക്കസ്, അതായത് കസ്റ്റമർ എന്തൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, മൾട്ടി ടാസ്കിങ് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഒരു മാനേജർക്ക് ഉണ്ടായിരിക്കണം, നെഗോഷിയേറ്റിംഗ് സ്കിൽസ്, ഞാൻ നേരത്തെ പറഞ്ഞ നെഗോഷിയേറ്റിംഗ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്താണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, ഒരു പ്രൊജക്റ്റ് അവർ പുതിയൊരു സംരംഭം അവർ മുന്നിലേക്ക് വന്നാൽ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, റിവ്യൂയിങ് ഓപ്പറേഷൻസ് ഓൾറെഡി ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്, എന്താണ് ഇംപ്ലിമെൻറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ്സ്, സെറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് അല്ലെ. ഓരോ വർക്കേഴ്സിനും ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സുകൾ സെറ്റ് ചെയ്യും. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, അത് ഇൻറ്റേർണലി ആയാലും എക്സ്റ്റേർണലി ആയാലും അതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. പിന്നെന്താണ് ടൈം മാനേജ്മെൻറ്റ്, ഓഫ് കോഴ്സ് വൺ ഓഫ് ദ മെയിൻ തിങ് ആണ് അല്ലേ. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും പഠിക്കണമെന്നില്ല, ഒരു 3-4 അപ്പോൾ ഇങ്ങനെ പറഞ്ഞ മേഖലകളിലൊക്കെ എന്തായിരിക്കണം, ഹി മസ്റ്റ് ബി വെരി ഇഫക്റ്റീവ് ആയിരിക്കണം. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് എന്ത് വേണം, ഒരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇഫക്റ്റീവ്നെസ് സ്കിൽ എന്ന് പറയുന്നതും ദാറ്റ് ഈസ് എ സ്കിൽ ദാറ്റ് ഈസ് നെസസറി ഫോർ എ മാനേജറാണ്. ക്ലിയർ. ഇനി എന്താണ് പറയുന്നത്, ഇറ്റ് ഇസ് ടു ബി നോട്ടഡ് ദാറ്റ് ദി ടൈപ്പ് ഓഫ് സ്കിൽ വിൽ വാരി വിത്ത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാൻ. അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കഷൻ ടോപ്പിക്കിലേക്ക് വരുന്നത്. അതായത് ഈ മാനേജർ എന്നുള്ളത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 3 ലെവൽസ് ആക്കി ക്ലാസിഫൈ ചെയ്യാം. ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും, മിഡിൽ ലെവൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും, ലോവർ ലെവൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ലോവർ ലെവൽ മാനേജർക്ക് വേണ്ട സ്കില്ലുകളായിരിക്കില്ല ആർക്ക് വേണ്ടത്, മിഡിൽ ലെവലിൽ വേണ്ടത്. മിഡിൽ ലെവൽ മാനേജേഴ്സിന് വേണ്ട സ്കില്ലായിരിക്കില്ല ആർക്ക് വേണ്ടത്, ടോപ്പ് ലെവൽ മാനേജേഴ്സിന് വേണ്ടത്. അപ്പോൾ വേണ്ട ഓരോ ലെവൽസ് അനുസരിച്ചിട്ട് മാനേജേഴ്സിന് വേണ്ട കഴിവുകൾ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്, വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ദ ടൈപ്പ് ഓഫ് സ്കിൽ വിൽ വാരി വിത്ത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ലോവർ ലെവൽസ് ഓഫ് മാനേജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അറിയേണ്ടത് ഇതിനെക്കുറിച്ചായിരിക്കും ടെക്നിക്കൽ സ്കില്ലാണ്. നമ്മൾ ആദ്യം പഠിച്ച സ്കില്ലിൽ, കാരണം അവരൊന്നുകൂടി സബോർഡിനേറ്റ്സിൻ്റെ കൂടെ വർക്കേഴ്സിനോടൊന്നുകൂടി അടുത്ത് പെരുമാറുന്നവരായിരിക്കും. അവർക്ക് കൂടുതൽ വേണ്ടത് ടെക്നിക്കൽ സ്കില്ലാണ്. ആൻഡ് ഫ്രം ആസ് വൺ മൂവ്സ് ഫ്രം ലോവർ ടു ദ ഹയർ ലെവൽസ്, ലോവറിൽ നിന്ന് പതുക്കെ ഹയർ ലെവലിലേക്ക് എത്തുമ്പോൾ എന്ത് വേണം, കൂടുതൽ വേണ്ടിവരിക പിന്നെ കോൺസെപ്ച്വൽ സ്കില്ലായിരിക്കും കൂടുതൽ വേണ്ടിവരിക. അതായത് പല സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെ ഇൻ്റലക്ച്വലി ഐ വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ് എന്ന രീതിയിലേക്ക് അവിടെ കാര്യങ്ങളെത്തും. അപ്പോൾ അതാണ് പറയുന്നത്. കാരണം ടോപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ അവരൊന്നും കൂടി എക്സിക്യൂട്ടിംഗ് ആണ് അല്ലേ, ഒന്നും കൂടി അവരെന്താണെന്നാണ് പറയുന്നത്, ഒരു ഗോൾ ഒന്നും കൂടി ഓറിയൻറ്റ് ചെയ്ത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നവരായിരിക്കും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ വേണ്ടിവരിക ഇൻ്റലക്ച്വലി ആയിട്ടുള്ള എബിലിറ്റി, അപ്പോൾ കൺസെപ്ച്വൽ സ്കില്ലായിരിക്കും അവർക്ക് ആവശ്യമുണ്ടാകുക എന്നാണ് പറയുന്നത്. ആൻഡ് അതനുസരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ദാറ്റ് എ ഫിഗർ ഹാസ് ബീൻ ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഒരു ഫിഗർ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, ഒരു ഗ്രാഫിക്കൽ സിറ്റുവേഷൻ ആയിട്ട് ഞാൻ അവിടെ സ്ലൈഡായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് സ്കിൽസ് റിക്വയർഡ് അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം തന്നിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഒന്ന് നോക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ XY എന്നുള്ള എടുക്കുക. സാധാരണ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആലോചിക്കുക എക്സും വൈയും നമുക്കറിയാലോ മാർക്ക് ചെയ്യാൻ. എക്സിൽ തന്നിട്ടുള്ളത് നമുക്ക് ഓരോ ലെവലുകൾ തന്നിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ലെവൽ, അതിന് എക്സിക്യൂട്ടീവ്, മാനേജറിയൽ, സൂപ്പർവൈസറി, നോൺ സൂപ്പർവൈസറി. നോൺ സൂപ്പർവൈസറി എന്ന് പറയുന്നത് വർക്കേഴ്സാണ്, സബോർഡിനേറ്റ്സ് ആണ്. ഈ സൂപ്പർവൈസറി എന്ന് പറയുന്നതാണ് ലോവർ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. മാനേജറിയൽ തന്നിട്ടില്ലേ, അതാണ് മിഡിൽ ലെവൽ മാനേജേഴ്സ്. എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ് ആരെന്ന് പറയുന്നത്, ടോപ്പ് ലെവൽ മാനേജേഴ്സ്. അത് ക്ലിയർ ആയില്ല. അപ്പോൾ ആദ്യത്തെ 2 എക്സ്ട്രീംസുകൾ നോക്കണ്ട, എക്സിക്യൂട്ടീവ്, മാനേജറിയൽ, സൂപ്പർവൈസറി എന്നുള്ളത് നോക്കാം. എന്നിട്ട് സ്കിൽസ് നീഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വൈയിൽ തന്നിട്ടുണ്ട്. സ്കിൽസ് നീഡഡ് എന്ന് പറഞ്ഞിട്ട് അത് ടോപ്പിലാണ് വൈ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇങ്ങനെ വരുന്ന എല്ലാ ബാറുകളും എന്താണ്, വൈ ആണ്. എന്നിട്ട് അതിൽ നമുക്ക് തന്നിട്ടുണ്ട്, ഒന്ന് നോക്കി നോക്കിയേ. നമുക്ക് നോൺ സൂപ്പർവൈസറി, അതായത് നോൺ സൂപ്പർവൈസറി ടു സൂപ്പർവൈസറി ലെവലിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നോളേജ് ഏതാണെന്നാണ് പറയുന്നത്,
ദേ നീഡ്സ് ടെക്നിക്കൽ സ്കിൽ. അതെ, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞതാണ് ടെക്നിക്കൽ സ്കിൽ. ഓഫ് കോഴ്സ് ദേ നീഡ് സം ഹ്യൂമൻ എന്ന് പറയുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഹ്യൂമൻ സ്കിൽ അവിടെ ആവശ്യമാണ്. ആ കളർ ഷെയ്ഡ് അനുസരിച്ച് നോക്കാം. ആൻഡ് ദ ലാസ്റ്റ് വൺ കണ്ടോ, കോൺസെപ്ച്വൽ എഴുതിയിട്ടുണ്ട്. അത് അത്രമാത്രം ആർക്ക് വേണ്ട, ലോവർ ലെവൽ മാനേജേഴ്സിന് കോൺസെപ്ച്വൽ അധികം വേണ്ട, കാരണം അവർക്ക് ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കാനുണ്ടായിരിക്കില്ല. ഇനി സൂപ്പർവൈസറി തൊട്ട് മാനേജറിലൊന്ന് നോക്കി, അവരായിരിക്കും മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. അവർക്കും സം സോർട്ട് ഓഫ് ടെക്നിക്കൽ നോളജസ് റിക്വയർഡ് ആണ്, പക്ഷേ കുറഞ്ഞു അല്ലേ, ലോവർ ലെവലിൽ നിന്ന് കുറച്ച് കുറഞ്ഞു. ഹ്യൂമൺ ഒന്നും കൂടി നമ്മളൊന്നുകൂടി കോൺസെപ്റ്റിൽ എന്ത് ചെയ്തു, കുറച്ച് ഇൻക്രീസ് ചെയ്തു. ആ ലൈൻ നോക്കുക കേട്ടോ, കോൺസെപ്റ്റിൽ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി കോൺസെപ്ച്വൽ സ്കിൽ ആവശ്യമാണ്. ഇനി നോക്കിയേ, മാനേജറിയൽ ടു എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയ്ക്ക് നോക്കുക. അതാണ് ദാറ്റ് ഈസ് ടോപ്പ് ലെവൽ നിലയ്ക്ക് പറയുന്നത്. അവരുടെ എന്താണ് ടെക്നിക്കൽ നോളജ് ഒന്നും കൂടി നാരോ ആയി, അവർക്ക് അത്രമാത്രം ടെക്നിക്കൽ നോളജ് അറിയേണ്ട. പക്ഷേ ഹ്യൂമൺ എന്ന് പറയുന്നത് ഏകദേശം മിഡിൽ ലെവലുമായിട്ട് തന്നെ അവർക്ക് ആവശ്യമാണ്. കോൺസെപ്റ്റ് സ്കിൽ എന്ത് ചെയ്തു, ഒന്നും കൂടി കണ്ടോ, വര എങ്ങനെയാണ് വരുന്നത് അല്ലേ, ഇത് സ്ലാൻഡിങ് പൊസിഷനിലാണ് വരുന്നത്. അവർക്ക് ഒന്നും കൂടി കോൺസെപ്ച്വൽ സ്കിൽ കൂടി. ആൻഡ് ദ ലെവൽ ടോപ്പ് മോസ്റ്റിലേക്ക് നമ്മളെത്തി. ടോപ്പ് മോസ്റ്റിലേക്ക് എത്തിയപ്പോൾ നമ്മളൊന്ന് നോക്കിയേ, അവർക്ക് അത്രമാത്രം ടെക്നിക്കൽ നോളജ് വേണ്ട കണ്ടോ, അത് വളരെയധികം കുറഞ്ഞു. ഹ്യൂമൻ സ്കില്ലും കുറച്ച് കുറഞ്ഞു, കാരണം അവർ ഡയറക്റ്റ്ലി വർക്കേഴ്സുമായിട്ട് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സുമായിട്ട് അവർ ബന്ധപ്പെട്ടില്ല കിടക്കുന്നത്. പക്ഷെ അവരെ കൺസെപ്ച്വൽ സ്കില്ല് നിൽക്കുന്ന ഗ്രാഫ് ഒന്ന് നോക്കിയേ, ഏറ്റവും കൂടുതൽ കോൺസെപ്ച്വൽ സ്കില്ല് അവർക്ക് ആവശ്യമാണ്. ക്ലിയർ? ഇത്ര ഈ ഒരു ഗ്രാഫിക് പാറ്റേൺ ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ആ പിക്ചർ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്ന് നോക്കിയേ, ഒരു സ്കില്ല് എല്ലാ ലെവൽസിലും ഏകദേശം ഒരേപോലെ നിൽക്കുന്നുണ്ട്. 3 സ്കില്ലാണ് നമുക്ക് മെയിൻ മൂന്ന് ഇമ്പോർട്ടൻറ്റ് സ്കിൽസാണ് പറയുന്നത്. ഒരു സ്കില്ലിന്, അതായത് ടെക്നിക്കലും ഹ്യൂമണും കോൺസെപ്റ്റ്സിലും, അതിൽ ഒരു സ്കില്ല് നിങ്ങൾ നോക്കിയാൽ കാണാം ഭയങ്കരമായ വേരിയേഷൻസ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്കില്ല് കാണാം. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ദി ഹ്യൂമൻ സ്കിൽ അല്ലേ. അത് ദാറ്റ് ഈസ് എല്ലാവർക്കും ഒരുവിധം ആവശ്യമുള്ളൊരു സ്കിൽ തന്നെയാണ്, കാരണം ഇൻ്റർ പേഴ്സണൽ റിലേഷൻസ് ഇസ് എ മസ്റ്റ് ഫോർ ആൻ ഓർഗനൈസേഷൻ എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ഹ്യൂമൻ സ്കിൽസ് ആർ ഇമ്പോർട്ടൻറ്റ് അറ്റ് ഓൾമോസ്റ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ബിക്കോസ് മാനേജ്മെൻറ്റ് ലിറ്ററലി മീൻസ് മാനേജിങ് മെൻ ആണ്. ക്ലിയർ? അപ്പോൾ അതിൽ നമ്മൾ ഏത് ലെവൽ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം ഹ്യൂമൻ സ്കില്ലിന് അത്ര വലിയ വ്യത്യാസം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കില്ല. കാരണം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താണ്, മാനേജിങ് മെൻ ആണ്. അപ്പോൾ നമുക്കവിടെ ഹ്യൂമൺ ഇല്ലാതെ, ഹ്യൂമൺ എന്നുള്ള ആ സ്കില്ല് എടുത്ത് കളഞ്ഞുകൊണ്ട് ഈ ഒരു മാനേജർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. ക്ലിയർ? എന്നിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്, ദ ഹ്യൂമൻ സ്കിൽസ് അപ്ലൈഡ് ബൈ ഇഫക്റ്റീവ് മാനേജേഴ്സ് ആർ ആസ് ഫോളോസ്. ഇനി ഈ ഹ്യൂമൻ സ്കില്ല് മാനേജേഴ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂമൻ സ്കിൽ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി ഹൗ ദേ ആർ എന്താണ് അപ്ലൈയിങ് ദിസ് സ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവരത് ദാറ്റ് ഈസ് അപ്ലൈ ചെയ്യാം. ആദ്യം തന്നെ അവർ ചെയ്യാൻ ചെയ്യുന്നു, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കും, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പിലുള്ള ബിഹേവിയറും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് ഈ ഒരു ഹ്യൂമൻ സ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഫസ്റ്റ് വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് ഇൻഡിവിജ്വലും ബിഹേവിയറും അറിയണം, ഗ്രൂപ്പ് ബിഹേവിയറും. ആസ് ആൻ ഇൻഡിവിജ്വൽ ഒറ്റയ്ക്കാൾ വിളിച്ചാൽ എങ്ങനെ അയാൾ ബിഹേവ് ചെയ്യുന്നുള്ളതും, ഇനി ഗ്രൂപ്പിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സെക്കൻഡ് ഈസ് കൺട്രോളിങ് ബിഹേവിയർ. അവരെങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, ഏതൊക്കെ തരങ്ങളിൽ അവരെങ്ങനെയൊക്കെയാണ് നിയന്ത്രിക്കേണ്ടത്, അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവരിത് അപ്ലൈ ചെയ്യുന്നു. ആൻഡ് തേർഡ് എന്താണ്, ഡയറക്റ്റിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ പീപ്പിൾ അറ്റ് വർക്ക് എന്നാണ് പറയുന്നത്. അതായത് സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ കൃത്യമായി എന്ത് ചെയ്യും, അവരെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത് അവരെ കൃത്യമായി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ദേ വിൽ അപ്ലൈ ദിസ് സ്കിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മുടെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിലേക്ക്, അതായത് എങ്ങനെയാണ് ഈ ഹ്യൂമൻ സ്കിൽ അപ്ലൈ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഫോർ അവർ അണ്ടർസ്റ്റാൻഡിങ് പർപ്പസിന് വേണ്ടി അതൊന്ന് വായിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. ഇനി പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 5 സ്കിൽസ് നമുക്കൊരു ഓവർനൈറ്റ്, ഒരു രാത്രി കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ? പറയുന്നത് ദീസ് സ്കിൽസ് കനോട്ട് ബി ആൻ ഓവർനൈറ്റ് ഡെവലപ്മെൻറ്റ്, ദേ ആർ അക്വയർഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ നമ്മൾ ആദ്യം ഫ്രഷായി പാസ് ഔട്ട് ആയി പോയി ഒരു മാനേജറുടെ പൊസിഷനിൽ പോയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്കില്ലൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, തിയറി പഠിച്ചതാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫുൾ ആപ്ലിക്കേഷനൊന്നും നമുക്ക് നടക്കില്ല. അപ്പോൾ അതിൽ എന്താണെന്നാണ് പറയുന്നത്, നമ്മൾ പതുക്കെ പഠിച്ചെടുക്കും. ഓക്കെ, ഞാൻ ടെക്നിക്കൽ സ്കില്ല് പഠിക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്, ഓക്കെ, ഐ നീഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഓഫ് കോഴ്സ് യു വിൽ ഹാവ്, നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ദിവസം കൊണ്ടൊന്നും അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അവിടെ അത് എങ്ങനെയാണെന്ന് ചെയ്യാനേ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്, ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതിന് കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് നമുക്കതവിടെ ആപ്ലിക്കേഷൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഡിക്റ്റം ഒരു കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നാണ് അല്ലേ. നമുക്ക് എല്ലാം നമ്മൾ ബൈ എക്സ്പീരിയൻസ് കൊണ്ടാണ് പഠിക്കുക. അപ്പോൾ നമ്മളതിനൊക്കെ എക്സാമ്പിളൊക്കെ നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയറൊക്കെ എടുക്കുമ്പോൾ പഠിക്കും. അതായത് ചെറിയ കുട്ടികളുടെ അടുത്ത് മെഴുകുതിരി നമുക്ക് ഉണ്ടാവില്ല, നമ്മളൊക്കെ ചെയ്യുന്നതാണ് തീയിൽ കളിക്കുക എന്നുള്ളത്. മെഴുകുതിരിയൊക്കെ പണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളിൽ നമ്മൾ പതുക്കെ അതിങ്ങനെ അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് ശരിക്കും പറയണത്, സൈക്കോളജിസ്റ്റുകൾ പറയണത് അതൊരിക്കലും തടയേണ്ട കാര്യമില്ല. വൺസ് യുവർ ഫിംഗർ ഗെറ്റ് ബേൺഡ്,
ഒരിക്കൽ തീൻ്റെ അടുത്ത് കൊണ്ടുപോയി നമ്മളതല്ലാതെ എത്ര പറഞ്ഞാലും കുട്ടികൾ കേൾക്കില്ല. അതൊന്നൊരു ചെറിയൊരു കൂലി കിട്ടുമ്പോൾ മനസ്സിലാവും, ദേ അണ്ടർസ്റ്റാൻഡ്, ദാറ്റ് ഈസ് അവിടെ തൊട്ടിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളും. കണ്ട, ദാറ്റ് ഇസ് ദ എക്സ്പീരിയൻസ്. അതാണ് പറയുന്നത്, എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നാണ് ദാറ്റ് ഈസ് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന സ്കില്ലുകളൊക്കെ ഒരു മാനേജർക്ക് ആവശ്യമാണെങ്കിൽ പോലും അതൊന്നും ഒരു ദിവസം കൊണ്ട് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് എന്ത് ചെയ്യണം, ദാറ്റ് ഇറ്റ് റിക്വയർസ് സം ടൈം, കുറച്ച് എക്സ്പീരിയൻസ് അവിടെ ആവശ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊഡ്യൂളിലെ ആദ്യത്തെ ഒരു ഹെഡിങ് അഥവാ ആദ്യത്തെ ഒരു ടോപ്പിക്ക് നമ്മുടെ ഡിസ്കഷൻ കഴിഞ്ഞു. ആൻഡ് ദെൻ നെക്സ്റ്റ് അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. എന്താണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 10 മിനിറ്റിൽ പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളെ അതിനകത്തുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് ദ term levels of management means to suggest the various managerial positions in an organization. എന്താണെന്നാണ് പറയുന്നത്, ഒരു ഓർഗനൈസേഷനുള്ള പല മാനേജറിയൽ പൊസിഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇത്ര ലെവൽസ് എന്നൊന്നും പറയാനായിട്ട് കൃത്യം പറയാൻ, പക്ഷേ നമ്മൾ ഫോർ കൺവീനിയൻസ് ആയിട്ട് നമ്മൾ 3 ലെവൽസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ +2-ൽ. പക്ഷേ എന്താണെന്നാണ് പറയുന്നത്, ഈ ലെവൽസ് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ദ നമ്പർ ഓഫ് ലെവൽ ഇൻക്രീസസ് വിത്ത് ദി സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് വൈസ് വേഴ്സ. അതായത് ഓർഗനൈസേഷൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ലെവൽസ് കൂടുന്നു, ഓർഗനൈസേഷൻ്റെ സൈസ് കുറയുന്നതനുസരിച്ച് നമ്പർ ഓഫ് ലെവൽസ് കുറയുന്നു. അപ്പോൾ അതൊരു ഫാക്റ്റാണ്, അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം. ആൻഡ് ഇൻ ജനറൽ ആയിട്ട് പക്ഷേ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ബ്രോഡ് കാറ്റഗറീസ്. ദ ഫസ്റ്റ് ഈസ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, സെക്കൻഡ് ഈസ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ആൻഡ് തേർഡ് ഈസ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഓർ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്. ഒരു പിരമിഡ് അവിടെ വരച്ച് വെച്ചാൽ ഇറ്റ്സ് വിൽ ബി, അത് നിങ്ങൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ആ പിരമിഡ് അവിടെ വരച്ച് കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ ബെറ്റർ. ഓക്കെ, അപ്പോൾ ഞാനതിനൊരു സ്ലൈഡ് ഞാൻ ഇടുന്നുണ്ട്. ഇനി നമുക്ക് ലെറ്റസ് ഡിസ്കസ് വൺ ബൈ വൺ. അതിൽ നമ്മൾ ആദ്യം ഇതൊന്നും ഒരുപാട് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ജസ്റ്റ് വായിച്ചു പോകേണ്ട കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് വേറൊരു പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ. ക്ലിയർ? അപ്പോൾ അതാണ് അത് ഓർത്ത് വെക്കേണ്ടത്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എന്നുള്ളതാണ്. ആൻഡ് ആരൊക്കെയാണ് അതിൽ വരിക എന്നുള്ളതാണ് പറയണത്. മെയിൻലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആരാണെന്നാണ് പറയണത്, ദാറ്റ് ഈസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ചീഫ് എക്സിക്യൂട്ടീവ്, CEO നമ്മൾ പറയും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ടോപ്പ് ലെവലിൽ ഉണ്ടായിരിക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് അതോറിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ. ഫുൾ അതോറിറ്റി ലൈസ് വിത്ത് ദം. അറിയാവുന്ന കാര്യങ്ങളാണ്. ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ് ഓഫ് ദി എൻ്റർപ്രൈസ് ആർ ലേഡ് ഡൗൺ ബൈ ദ മാനേജ്മെൻറ്റ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ എൻ്റർപ്രൈസറിലെ പോളിസീസ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് ആരാണ് ഫിക്സ് ചെയ്യുക, ആരാണ് നിശ്ചയിക്കുക, ദാറ്റ് ഈസ് ഡൺ ബൈ ദി ടോപ്പ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. 5 ഫംഗ്ഷൻസ് അല്ലേ നമുക്കുള്ളത്, 5 ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഉള്ളത്. അതിലെ ആദ്യത്തെ പ്ലാനിങ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്കും കോർഡിനേറ്റിംഗ് നമ്മൾ എക്സ്ട്രാ പഠിക്കുന്ന ചില ഫംഗ്ഷനാണ്. ചില സമയങ്ങളിൽ പ്ലാനിങ്ങിലും കോർഡിനേറ്റിങ്ങിലുമായിരിക്കും അവർ കൂടുതൽ സമയം ചിലവഴിക്കുക. ടോപ്പ് ലെവൽ മാനേജേഴ്സ് ചിലവഴിക്കുന്നത് ഏത് ഫംഗ്ഷൻസിലാണ്, കൺട്രോളിങ് ആൻഡ് കോർഡിനേറ്റിംഗ് എന്നാണ് നമ്മൾ പറയുക കേട്ടോ. പ്ലാനിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ഫംഗ്ഷൻസിലായിരിക്കും അവർ സ്പെൻഡ് മോർ ടൈം. കാരണം അവർക്കാണ് ഡിസിഷൻസ് എടുക്കേണ്ടത്, കൂടുതൽ പ്ലാനിങ് നടത്തേണ്ടതും അവർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ദ റോൾ ഓഫ് ദി ടോപ്പ് മാനേജ്മെൻറ്റ് ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ് എന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്നാണ് പറയുന്നത്, ഡിറ്റർമിനിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ക്ലിയർ? പ്രിപ്പയറിംഗ് സ്ട്രാറ്റജിക് പ്ലാൻ. എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ചില തന്ത്രങ്ങൾ എന്നാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുക. അപ്പോൾ സ്ട്രാറ്റജിക് തന്ത്രങ്ങൾ പെനയേണ്ടത് അവരാണ്. ഫോർമുലേറ്റിംഗ് പോളിസി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗൈഡൻസ്, അത് നേരിട്ട് വർക്കേഴ്സിനാണ് അവർ കൊടുക്കുക, അല്ല, ടോപ്പ് ലെവൽ ആർക്ക് കൊടുക്കും, മിഡിൽ ലെവൽ മാനേജേഴ്സിനാണ് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസും അതുപോലെ ഗൈഡൻസും കൊടുക്കുക, അത് അവരുടെ റോളാണ്. അപ്പോയിൻറ്റിങ് ദ മിഡിൽ ലെവൽ മാനേജേഴ്സ്, അവരാണ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുക, മിഡിൽ ലെവൽ മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്താണ് കൺട്രോളിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദി എൻറ്റയർ എൻ്റർപ്രൈസ്. അതായത് മുഴുവൻ ഓർഗനൈസേഷനിലും മുഴുവൻ എൻ്റർപ്രൈസിലും ഒരു കാര്യവും ഇവരറിയാതെ പോകാൻ പാടില്ല. കാരണം ദേ ആർ ദി അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് അവർ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യും. നമ്മൾ പറഞ്ഞു കൂടുതൽ സമയം അവർ പ്ലാനിങ്ങിനും കൺട്രോളിങ് ആൻഡ് കോർഡിനേറ്റിങ്ങിനും വേണ്ടിയാണ് അവർ കൊടുക്കുന്നത്. പിന്നെ എന്താണ് മെയിൻറ്റെയിനിങ് കോൺടാക്ട് വിത്ത് ദ ഔട്ട്സൈഡ് വേൾഡ്. അതായത് ഓർഗനൈസേഷനിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഓർഗനൈസേഷൻ എപ്പോഴും ഓപ്പൺ സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഔട്ട്സൈഡേഴ്സുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഔട്ട്സൈഡേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യുക എന്ന് പറയുന്നത് മെയിൻലി ആരാണ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഡൺ ബൈ ദി ടോപ്പ്. എല്ലാം മീറ്റിങ്ങുകൾക്ക് പോവുക, കോൺഫറൻസുകൾക്ക് പോവുക, ഇതൊക്കെ ചെയ്യാൻ ആരായിരിക്കും, ടോപ്പ് എക്സിക്യൂട്ടീവ്സുകളായിരിക്കും.
എന്താണ് പിന്നെ ചെയ്യുന്നത്? അതേപോലെ തന്നെ അവർ ചെയ്യുന്നൊരു പണിയാണ് മെഷറിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഓവറോൾ റിസൾട്ട്സ് ഓഫ് ദി എൻ്റർപ്രൈസ്. മൊത്തം എൻ്റർപ്രൈസസിൻ്റെ ഇവാലുവേഷൻ നടത്തുക എന്നുള്ളത് ആര് ചെയ്യേണ്ടതാണ്? ഇറ്റ് വിൽ ബി അപ്പോൾ ഓരോരുത്തർ ചെയ്ത് റിപ്പോർട്ട് ആർക്ക് കൊടുക്കും? ദാറ്റ് ഇസ് ലോവർ ലെവൽ ചെയ്തിട്ട് മിഡിൽ ലെവലിലേക്ക് കൊടുക്കും, മിഡിൽ ലെവൽ ടോപ്പ് ലെവലിലേക്ക് കൊടുക്കും. അപ്പോൾ ടോപ്പ് ലെവലിൽ ഇതിൽ എപ്പോഴും സമ്മറിയാണ് കിട്ടുക, പക്ഷേ ദ ലാസ്റ്റ് ഡിസിഷൻ വിൽ കം ഫ്രം ദി ടോപ്പ് ലെവൽ എന്നാണ് വരിക. ക്ലിയർ? അപ്പോൾ അതാണ് ദാറ്റ് ഇസ് ദീസ് ആർ കൺസിഡേർഡ് ടു ബി ദ റോൾ ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതിൽ കൂടുതൽ ഡിസ്കഷൻ ആവശ്യമുണ്ടോ അതിനെക്കുറിച്ച്? ഇല്ലല്ലോ. ഓക്കെ. പിന്നെ പറയണത് എന്താണെന്നാണ് പറയണത്? സെക്കൻഡ് ഈസ് ദ മിഡിൽ ലെവൽ. മിഡിൽ ലെവൽ ആരാണ്? മിഡിൽ ലെവലിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ദാറ്റ് ഈസ് എക്സിക്യൂട്ടർ ലെവൽ എന്നാണ് പറയുന്നത്. ആരാണ്? എക്സിക്യൂട്ടർ ലെവൽ എന്നാണ് പറയുന്നത്. അതായത് അപ്പോൾ അനദർ നെയിം ജനറലി മിഡിൽ ലെവൽ കൺസിസ്റ്റ് ഓഫ് ആരാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്? ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്, ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ്, അതായത് ബ്രാഞ്ച് മാനേജേഴ്സ്, അവരൊക്കെയാണ് ദാറ്റ് ഈസ് ഏതിലുണ്ടായിരിക്കുക? ജൂനിയർ അവരൊക്കെ ഉള്ളവരായിരിക്കും ഏതിലുണ്ടായിരിക്കുക? മിഡിൽ ലെവലിൽ ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ഇനി ഇവരാരോട് റെസ്പോൺസിബിൾ ആയിരിക്കും? സ്വാഭാവികമായും ഇവരുടെ മുകളിൽ ഇരിക്കുന്നവർ ആരാണോ അവരോട് റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ആൻസറബിൾ ആയിരിക്കും. ദേ ആർ റെസ്പോൺസിബിൾ ടു ദി ടോപ്പ് മാനേജ്മെൻറ്റ്. ക്ലിയർ? ദേ ഡിവോട്ട് മോർ ടൈം. അവർ കൂടുതൽ ടൈം ഡിവോട്ട് ചെയ്യുന്നതിനായിരിക്കും ഏത് ഫംഗ്ഷൻസിനൊക്കെ ആയിരിക്കും? ഓർഗനൈസിങ് ആൻഡ് ഡയറക്റ്റിംഗ്. നമ്മുടെ പ്ലാനിങ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ആ ഓർഗനൈസിങ്ങും അതേപോലെ തന്നെ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻസിലായിരിക്കും അവരെന്ത് ചെയ്യുക? ദേ വിൽ കോൺസെൻട്രേറ്റ് ദെയർ ടൈം. അതായത് പ്രത്യേകിച്ച് അവരുടെ റെസ്പെക്റ്റീവ് ബ്രാഞ്ചസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സുകളാണെന്നല്ലേ പറഞ്ഞത് അവർ. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സുകളായിരിക്കും. അപ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർഗനൈസിങ് നടത്തേണ്ടത് എങ്ങനെയാണ്, ഡയറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവരെ ബ്രാഞ്ച് ഡയറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് ഓർഗനൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിനാണ് അവർ കൂടുതൽ സമയം ചെയ്യുന്നത് ദേ സ്പെൻഡ് എന്നാണ് പറയുന്നത്. ഇനി അവരുടെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്? ദെയർ ഫംഗ്ഷൻസ് ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്: എക്സിക്യൂട്ടിംഗ് ദ പ്ലാൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദി പോളിസീസ് ആൻഡ് ഡയറക്റ്റീവ്സ് ഓഫ് ദി ടോപ്പ് മാനേജ്മെൻറ്റ്. ക്ലിയർ? ടോപ്പ് മാനേജ്മെൻറ്റ് പറയുന്ന രീതിയിൽ ടോപ്പ് മാനേജ്മെൻറ്റാണ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക അല്ലേ? അവർ പറയുന്ന രീതിയിൽ ആ പോളിസീസും അവർ കൊടുക്കുന്ന ഡയറക്റ്റീവ്സ് അതായത് ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്യാം? അത് നടപ്പിലാക്കുക എന്നുള്ളത് ആരാണ്? മിഡിൽ ലെവലാണ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിനിങ് ദ പോളിസീസ് ഡിസൈഡഡ് അപ്പോൺ ബൈ ദി ടോപ്പ് മാനേജ്മെൻറ്റ് ടു ദ ലോവർ ലെവൽസ്. അപ്പോൾ ലോവർ ലെവൽ മാനേജേഴ്സ് ഉണ്ട് അല്ലേ? ആ ലോവർ ലെവൽസിന് എന്താണ് ഈ പോളിസി, എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുത്ത് അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണെന്നാണ് പറയുന്നത്? മിഡിൽ ലെവൽ മാനേജേഴ്സാണ്. ഓക്കെ. തേർഡ് എന്താണ് പറയുന്നത്? കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഡിവിഷൻ ഓർ ദി ഡിപ്പാർട്ട്മെൻറ്റ്. അവരോരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡായിരിക്കും നമ്മൾ പറയില്ലേ? അപ്പോൾ അവനവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ അവനവൻ്റെ ഡിവിഷൻസിൻ്റെ ആക്ടിവിറ്റീസ് എൻ്റെയർ ഒന്നും അവർ ചെയ്യേണ്ട കാര്യങ്ങളില്ല. എൻ്റെയർ ചെയ്യാൻ ടോപ്പ് ലെവലാണ്. അപ്പോൾ അത് അവനവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സോ അവനവരുടെ ബ്രാഞ്ചസോ ഉണ്ടെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യേണ്ടത് മിഡിൽ ലെവൽസാണ്, മിഡിൽ ലെവൽ മാനേജേഴ്സാണ്. പിന്നെ മാനേജ് അല്ല മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. പിന്നെ എന്താണ് പറയുന്നത്? പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ലോവർ ലെവൽ മാനേജ്മെൻറ്റിന് എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇവർ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം അവരെ സൂപ്പർവൈസ് ചെയ്യും വേണം. അപ്പോൾ ആ രീതിയിൽ അവരുടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം. അതായത് അവർ പങ്കെടുക്കാൻ പറഞ്ഞാൽ ട്രെയിനിങ് അവർ എടുക്കണം എന്നല്ല പറയണത്, അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വെദർ ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കറക്റ്റ് മാനർ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ എന്താണെന്നാണ് പറയുന്നത്? ഇനീഷ്യേറ്റ് ലോവർ ലെവൽ എംപ്ലോയീസ് ടു അണ്ടർടേക്ക് ആക്ടിവിറ്റീസ് അസൈൻ ടു ദം. എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ലോവർ ലെവൽ എംപ്ലോയീസിനൊന്ന് എന്ത് ചെയ്യുക? ആക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഇനീഷ്യേറ്റ് ചെയ്യുക. അതായത് അവർ ആക്ച്വേറ്റിംഗ് എന്നാണ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. അതായത് അവർക്ക് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്കത് അസൈൻ ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ആര് ചെയ്യേണ്ടതാണ്? പ്രത്യേകിച്ച് ലോവർ ലെവൽ എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിക്കേണ്ടത് ആരാണ്? മിഡിൽ ലെവൽ മാനേജേഴ്സാണ്. പിന്നെ എന്താണെന്ന് പറയുന്നത്? ദാറ്റ് ദേ ഹാവ് ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ലോവർ ലെവൽ എംപ്ലോയീസ്. എൻ്റെ പെർഫോമൻസ് ഇവാലുവേഷൻ ആരാണ് നടത്തുന്നത്? ടോപ്പ് ലെവൽസാണ്. അപ്പോൾ ഇവർക്ക് എൻ്റെ ഒന്നും നടത്തേണ്ട, ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തേണ്ടത് ആരാണ്? മിഡിൽ ലെവൽ മാനേജേഴ്സാണെന്നാണ് പറയുന്നത്. ഇനി അതുകൂടാതെ പറയുന്നത് എന്താണ്? സബ്മിറ്റിംഗ് ടൈംലി റിപ്പോർട്ട്സ് ടു ദ ടോപ്പ് മാനേജ്മെൻറ്റ്. പിന്നെ വരെ പണി ഇവർ നേരിട്ട് ആരോട് റെസ്പോൺസിബിളാണ്? ടോപ്പ് മാനേജ്മെൻറ്റിനോട് റെസ്പോൺസിബിളാണ് അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് ടോപ്പ് മാനേജ്മെൻറ്റ് ആവശ്യപ്പെടുന്ന റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ടോപ്പ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നതും ദാറ്റ് ഈസ് വൺ ഓഫ് ദെയർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ. ഇത്രയാണ് മിഡിൽ ലെവലിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഞാനിതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്കൊന്നും പോകാതെ ഇത് തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? നിങ്ങളുടെ +2 ക്ലാസ്സുകളിൽ ഇത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിക്കാതിരിക്കില്ല കേട്ടോ. പിന്നെ നമുക്ക് ഫർദർ ക്ലാരിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ഇൻ അവർ ഇൻട്രാക്ഷൻ സെഷനിലേക്ക് പോകാം.
ആൻഡ് ഓഫ് കോഴ്സ് ദ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോവർ ലെവലാണ്. ദിസ് ലെവൽ ഈസ് കോൾഡ് ദി സൂപ്പർവൈസറി ലെവൽ, ഓർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏതാണെന്നാണ് പറയുന്നത്, ഓപ്പറേഷണൽ നമ്മൾ പറയും കേട്ടോ. അവരെ വിളിക്കുന്ന വേറെ പേരാണ് ഓപ്പറേറ്റീവ് ലെവൽ അഥവാ സൂപ്പർവൈസറി ലെവൽ എന്ന് പറയുന്നത്. ദിസ് ലെവൽ കൺസിസ്റ്റ് ഓഫ്, ഇതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് ഉണ്ടായിരിക്കും, സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും, ഫോർമാൻ ഉണ്ടായിരിക്കും, സെക്ഷൻ ഓഫീസേഴ്സ്, സൂപ്രണ്ടിനൻറ്റ് എക്സെട്ര. ഇവരൊക്കെയാണ് ഇതിലുണ്ടായിരിക്കുക ലോവർ ലെവൽ മാനേജേഴ്സ് എന്നുള്ള കാറ്റഗറിയിലുള്ളവരാണ്. ഇവരൊക്കെ ആരൊക്കെയായിരിക്കും? ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് ഉണ്ടാവും, ഫോർമാൻ ഉണ്ടായിരിക്കും, സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും, സൂപ്രണ്ടൻ്റ് ഉണ്ടായിരിക്കും, പിന്നെ ആരാണ്? സെക്ഷൻ ഓഫീസ്, ഇവരൊക്കെയാണ് ഉണ്ടായിരിക്കുക. ഇവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത് ഡയറക്ഷൻ ആൻഡ് കൺട്രോളിങ്. അപ്പം മിഡിൽ ലെവലിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടോപ്പിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആരെയാണ് ഇവർ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇവർ ആരെയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക? സബോർഡിനേറ്റ്സിനെ. ക്ലിയർ? അപ്പോൾ ഇവരും ദാറ്റ് ഈസ് കൂടുതൽ സമയം അല്ലെങ്കിൽ ദേ ആർ മോർ കൺസേൺ വിത്ത് ദി ഡയറക്ഷൻ ആൻഡ് കൺട്രോളിങ് ഫംഗ്ഷൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ഡയറക്റ്റ് ചെയ്യണതെയും ഇവർ കൺട്രോൾ ചെയ്യണതെയും ആരെയായിരിക്കും? സബോർഡിനേറ്റ്സിനെ ആയിരിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഇവരുടെ ആക്ടിവിറ്റീസ്? ദിസ് ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. അസൈനിങ് ഓഫ് ജോബ്സ് ആൻഡ് ടാസ്ക് ടു വർക്കേഴ്സിന്, അതായത് സബോർഡിനേറ്റ്സിന് കൃത്യമായിട്ടുള്ള ജോലി ഏൽപ്പിച്ച് കൊടുക്കുക. ഗൈഡിങ് ആൻഡ് ഇൻസ്ട്രക്ടിങ് ദ വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. മെയിൻറ്റെയിനിങ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ, കൃത്യമായിട്ട് പ്രൊഡക്ഷൻ നമ്പർ കൃത്യമായിട്ട് തന്നെയല്ലേ പോകുന്നു, വോളിയം എത്രയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സുകൾ ക്വാളിറ്റി ഉള്ളതല്ലേ എന്നുള്ളത് ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി എൻഷ്യൂർഡ് ബൈ ദി ലോവർ ലെവൽ മാനേജേഴ്സ്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്? മെയിൻറ്റെയിനിങ് ഓർഡർ ആൻഡ് ഗുഡ് റിലേഷൻ അമംഗ് ദി വർക്കേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ലോവർ ലെവൽ മാനേജർ. കാരണം ഇവർക്കാണ് ഡയറക്റ്റായിട്ട് വർക്കേഴ്സുമായിട്ടൊരു ഡീലിങ്സ് ഉള്ളത് അല്ലേ. പിന്നെ എന്താണ്? കമ്മ്യൂണിക്കേറ്റിംഗ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ വർക്കേഴ്സ് ടു ദ ഹയർ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് വർക്കേഴ്സിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഇവർക്ക് വർക്കേഴ്സിന് ഒരു സുപ്രഭാതത്തിൽ വന്ന് പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ടീവ് സിഇഒയുടെ റൂമിൽ കയറിയിട്ട് പ്രോബ്ലംസ് ഒന്നും പറയാൻ പറ്റില്ല. ഇവർ ആദ്യം ചെയ്യാൻ എന്തായിരിക്കും? ആദ്യം ഇവർ ലോവർ ലെവലിനോട് പറയും, ലോവർ ലെവൽ അത് മിഡിൽ ലെവലിനെ അറിയിക്കും, മിഡിൽ ലെവലിൽ അത് ടോപ്പിനെ അറിയിക്കും. ദാറ്റ് ഈസ് ദ അവിടുത്തെ അനുസരിച്ച് പോകുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് അവരുടെ അവർ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഫെസിലിറ്റേറ്റിംഗ് ദി ഗ്രീവിയൻസ് റിഡ്രസൽ ഓഫ് ദ വർക്കേഴ്സ്. അതായത് ഇത്രയേ ഉള്ളൂ. ഗ്രീവിയൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിൻ്റെ കംപ്ലയിൻറ്റ്സ്, അതാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ട് ചെവി കൊടുക്കുക എന്ന് പറയില്ലേ. അപ്പോൾ അതിനുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് പരിഹരിച്ച് കൊടുക്കുക. അത് പരിഹരിക്കേണ്ട വിധത്തിലുള്ള നെസറി സ്റ്റെപ്സ് അപ്പോൾ ലോവർ ലെവൽ മാനേജേഴ്സിന് പറ്റുന്ന കാര്യമാണെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ അറിയിക്കേണ്ടവർ അറിയിച്ച് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഗിവിംഗ് ട്രെയിനിങ് ടു വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം. അറേഞ്ചിങ് ദ നെസസറി തിങ്സ് ഫോർ ഡൂയിങ് ദ വർക്ക്. അത് വർക്കേഴ്സിന് അവരുടെ ജോലി ചെയ്യാനായിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ദാറ്റ് ഈസ് ജോലിക്ക് ആവശ്യമായ, അതായത് ഇപ്പോൾ അവർക്ക് കുറച്ച് ഇൻപുട്ട് മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് വർക്കേഴ്സ്. കണ്ടോ, വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലോവർ ലെവൽ മാനേജേഴ്സ് ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് ദേ ഹാവ് ടു മോട്ടിവേറ്റ് ദ വർക്കേഴ്സ്. അപ്പോൾ നമ്മളിത് മിഡിൽ ലെവലിലും പറഞ്ഞു, പക്ഷേ മിഡിൽ ലെവൽ ആരെയും മോട്ടിവേറ്റ് ചെയ്യുന്നത്? ആരുടെ വർക്കാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെയാണ്. ലോവർ ലെവൽ ആരെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? വർക്കേഴ്സിനെയാണ്. ആരുടെയാണ് ഇവാലുവേഷൻ നടത്തുന്നത്? വർക്കേഴ്സിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ദാറ്റ് ഈസ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു.